നമസ്കാരം. ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫൗണ്ടേഴ്സ് ഏത് രീതിയിലെല്ലാം ഉള്ള പരസ്യമാണ് ചെയ്യേണ്ടത്. ഭൂമിക്ക് ദോഷമില്ലാത്ത പരസ്യങ്ങളെല്ലാം നല്ലതാണ്. പക്ഷേ പരസ്യമില്ലാതെ ബിസിനസ് രഹസ്യമായി വെച്ചാൽ ബിസിനസ്സിന് പരാജയം വരും. പരസ്യം തീർച്ചയായും ആവശ്യമാണ്. കഴിവതും പോസ്റ്ററുകളും ബ്രോഷറും അവോയ്ഡ് ചെയ്യണം. പ്ലാസ്റ്റിക്കിൽ ബാനർ അടിക്കാൻ പാടില്ല. അതിന് പകരം നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കി വെബ്സൈറ്റ് വന്ന് കൂടുതൽ പ്രചരണം ചെയ്യുക. സോഷ്യൽ മീഡിയ വഴി ഉപയോഗിച്ച് ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ ഇതുമാതിരിയുള്ള സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ചും പരസ്യങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ പരസ്യത്തിന് കൂടുതൽ പ്രയോജനപ്പെടുത്തേണ്ടത് ബയോഡിഗ്രേഡബിൾ മെറ്റീരിയൽ വെച്ച് വേണമെങ്കിലും പരസ്യങ്ങൾ ചെയ്യാം. കൂടുതൽ ക്ലോത്ത് ബാഗ് അടിച്ച് നമ്മുടെ പരസ്യം അതിൽ പ്രിൻ്റ് ചെയ്ത് അത് റീയൂസബിൾ ബാഗായിട്ട് കൺസ്യൂമർ കൊണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് പ്ലാസ്റ്റിക്കിനെ അവോയ്ഡ് ചെയ്യാൻ കഴിയും. ഇങ്ങനെ ചിന്തിച്ചിട്ട് വേണം പരസ്യങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്യുക. കൂടുതൽ പേപ്പറിൽ പ്രിൻ്റ് ചെയ്ത് പല റിലീജിയനും പല ദൈവത്തിൻ്റെ ഫോട്ടോസ് പ്രിൻ്റ് ചെയ്ത് അങ്ങനത്തെ ഉള്ള ഇതെല്ലാം മാറ്റി നമ്മൾ വേസ്റ്റ് കുറയ്ക്കാനാണ് നോക്കേണ്ടത്. വേസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് വേസ്റ്റ് ഇല്ലാത്ത രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പരസ്യം ചെയ്യാൻ പറ്റും. കൂടുതൽ നിങ്ങളുടെ വില ഒരു പ്രോഡക്റ്റിന് കുറഞ്ഞ പ്രോഡക്റ്റിൻ്റെ വിലയാണെങ്കിൽ അത് ഫ്രീ കൊടുക്കുക. അവർ ഉപയോഗിച്ച ശേഷം തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോഡക്റ്റിന് ചോദിച്ചു വരും. അതാണ് ഏറ്റവും പെട്ടെന്ന് നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വഴി. അത് എപ്പോഴും വന്ന് എല്ലാവർക്കും ഫ്രീ ഒന്നിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു മാർക്കറ്റ് സെലക്ട് ചെയ്ത് ആ മാർക്കറ്റിൽ നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് മിഠായി ആണെങ്കിൽ കുട്ടികളുള്ള സ്കൂളാണ്, സ്കൂളിൻ്റെ അടുത്തുള്ള കടയ്ക്ക് ചെന്ന് ആ കടക്കാരനുമായി സംസാരിച്ചിട്ട് അവർക്ക് വന്നിട്ട് മിഠായി കുറച്ച് ഫ്രീ കൊടുത്ത് കുട്ടികൾക്ക് അവിടെ വരുന്ന കുട്ടികൾക്കെല്ലാം ഫ്രീ കൊടുക്കാൻ പറയുക. എന്ന ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് ഒരാഴ്ച 2 ആഴ്ചയ്ക്കകം മനസ്സിലാകുമ്പോൾ ആ കടക്കാരൻ നിങ്ങളുടെ മിഠായി വാങ്ങും. അതോടുകൂടെ അതിൻ്റെ പ്രവർത്തനം അവിടെ സ്റ്റാർട്ട് ചെയ്യും. ആ പ്രോഡക്റ്റിൻ്റെ വിശ്വസനീയം, എൻ്റെ പ്രോഡക്റ്റ് വളരെ നല്ലതാണ്, അത് മറ്റുള്ളൊരു മിഠായിയിൽ നിന്ന് വേർപെട്ട മിഠായിയാണ് എന്നിങ്ങനെ പല ചിന്തകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് ഒരു ഐഡിയയുമായിട്ട് വരുന്നത്. അത് ഫൗണ്ടേഴ്സ് മനസ്സിലാക്കി അത്തരം കറക്റ്റ് ടാർഗറ്റഡ് കൺസ്യൂമറിനെ അപ്രോച്ച് ചെയ്ത് അവർക്കതിൻ്റെ എക്സ്പീരിയൻസ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രോഡക്റ്റ് വിജയിക്കും. ഇപ്പോൾ നമ്മൾ IT കമ്പനിയിലെ SaaS സോഫ്റ്റ്വെയർ കാണുന്ന മാതിരി ആദ്യം ഫ്രീ, പിന്നീട് അതിന് കാശ്. പക്ഷേ കൺസ്യൂമർ പ്രോഡക്റ്റിനെ സംബന്ധിച്ചോളം ആദ്യം ഫ്രീ, അടുത്ത തന്നെ കാശാണ്. വാങ്ങുമ്പോൾ നെക്സ്റ്റ് ടൈം അവർ വരുമ്പോൾ അവർ ആഗ്രഹിച്ച് വരുന്ന പ്രോഡക്റ്റാണ്. പക്ഷേ പ്രോഡക്റ്റിൻ്റെ അവൈലബിലിറ്റി ആദ്യം നമ്മൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം ഇത്തരം പ്രവർത്തനങ്ങൾ ഇറങ്ങാൻ. ഒരു പ്രാവശ്യം കസ്റ്റമർ ഡിമാൻഡ് ചെയ്ത പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലോ കടക്കാരൻ ചോദിക്കുന്ന പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മളെ സംബന്ധിച്ചുള്ള വലിയ നഷ്ടമാണ്. മാത്രമല്ല നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? കസ്റ്റമർ സർവീസ്. കസ്റ്റമറാണ് രാജാവും റാണിയും, അവരെ സേവിക്കുന്നതാണ് നമ്മുടെ ജോലി. ഇത് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് ഫൗണ്ടേഴ്സ് മുന്നോട്ട് പ്രോഡക്റ്റുമായിട്ട് പോവുക. താങ്ക് യു.